അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ ഷമ്മയുടെയും അതുപോലെ തന്നെ യഈഷയുടെയും വ്യത്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ഷമ്മയുടെയും അതുപോലെ തന്നെ യഈഷയുടെയും വിശദമായിട്ടുള്ളൊരു പഠന പ്രവർത്തനങ്ങൾ. മാ ഫർഖ ഷമ്മ വ യഈഷു, അതായത് മാ ഫർഖ, മാ എന്താണ്, ഫർക്ക് ഫർക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. ഷമ്മ വ യഈഷ്, ഷമ്മയുടെയും അതുപോലെ യഈഷയുടെയും വ്യത്യാസം എന്താണ്? അപ്പോൾ ഷമ്മ എന്നുള്ളത് ഫിഅൽ മാദിയാണ്. നമ്മൾ അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് ഫീൽ മാദിയാണ്. അതുപോലെ തന്നെ എല്ലാ മാദിയായ ഫീലും മബ്നി അലൽ ഫത്ഹി, ഫത്തഹിന്റെ മേലെയാണ്. ഫത്ഹ് തരുന്നാൽ ഫത്ഹ്. ഇതാണ് ഫത്തഹ്. ഇത് അവസാനത്തിൽ വരുമ്പോൾ ഇതിന്റെ ഇറാബായിരിക്കും. അതായത് ഈ ഫത്തഹ് എന്നുള്ളത് അവസാനത്തിൽ വരുമ്പോൾ അവസാനത്തിലാണ് പോകുന്നത്. അപ്പോൾ അതിന് ഇറാബായിരിക്കണം. അപ്പോൾ ഇറാബ് നമ്മൾ ഫത്തഹത്ത് എന്നുള്ള പറയുക നസ്ബ്. നസ്ബ് എന്നാണ് നസ്ബ് എന്നാണ് നമ്മൾ എന്തിന് ഫത്തഹത്തിന് പറയാം, ഇറാബിൽ ലാസ്റ്റിലായിട്ട് വരുമ്പോൾ. അപ്പോൾ ഈ ഷമ്മ എന്നുള്ളൊരു ഫിഅൽ, അതായത് ഒരു പ്രവൃത്തി നമ്മൾ എന്തുപോലെയാണ്, ഫഅല പോലെയാണ്. ഫഅല എന്നുള്ളത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഷമ്മ എന്നുള്ളത് ഫഅല പോലെ ആവാൻ കാരണം ഷമ്മ എന്നുള്ളതിൻ്റെ കെട്ടയക്കുമ്പോൾ, ഷമ്മ എന്നുള്ളതിൽ ഈ മാൻ്റെ കെട്ടയക്കുമ്പോൾ ഷമമ എന്നാവും. അപ്പോൾ ഷമമ എന്നുള്ളത് ഫഅല പോലെയാണ്. അപ്പോൾ ഈ ഫഅലൻ്റെ അടിത്തറ പഠിച്ചാൽ നമുക്ക് ഷമ്മ പോലെ വാക്കുള്ള ഫീലുകൾ പോലെ വാക്കുള്ള വെർബുകൾ പോലെ നമുക്കെല്ലാതും പിടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫഅലൻ്റെ പ്രത്യേകതകൾ നോക്കാം. അതുകൊണ്ട് ഫഅലിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാബു ഫഅല എന്നാണ് ഈ ഒരു ഇതിൻ്റെ ഹെഡിങ്. ബാബു ഫഅലയിൽ ഫഅല എന്നുള്ളതിൻ്റെ അർത്ഥം അവൻ ചെയ്തു എന്നാണ്. ഫഅല എന്നുള്ളതിൻ്റെ അർത്ഥം ചെയ്തു എന്നാണ്. ഫഅല എന്നുള്ളതിൻ്റെ ഫഅല എന്ന് വരുമ്പോൾ അവൻ ചെയ്തു. ഫഅല എന്ന് വരുമ്പോൾ ലാസ്റ്റുള്ള ലാമിന് കുറച്ച് നീട്ടും കൊടുക്കുമ്പോൾ മത്ത് ചെയ്യുമ്പോൾ ഫഅല എന്ന് വരുമ്പോൾ അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു. അവൻ ചെയ്തു, അവനൊരു പുരുഷൻ ചെയ്തു എന്നൊക്കെ പറയും. അല്ല, അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു. ഫഅല എന്നുള്ളതിൽ ഫഅലു എന്നുള്ളതിൽ അവർ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ പുരുഷന്മാർ ചെയ്തു. മൂന്നിലബോ, ഇത് 2 1. ഫഅല എന്നുള്ളത് ഒരു പുരുഷൻ ചെയ്തു. അതുപോലെ തന്നെ ഫഅല എന്നുള്ളത് രണ്ട് പുരുഷന്മാർ ചെയ്തു. ഫഅലു എന്നുള്ളത് 3 പുരുഷന്മാർ ചെയ്തു, അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ പുരുഷൻ. ഫഅലത്ത് ഒരു സ്ത്രീ ചെയ്തു. ഫഅലത്താ 2 സ്ത്രീ ചെയ്തു. ഫഅൽന 3 കൂടുതൽ സ്ത്രീ ചെയ്തു, ഒന്നെങ്കിൽ 3 സ്ത്രീകൾ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ സ്ത്രീകൾ. ഇതാണ്. അപ്പോൾ ഫഅല എന്നുള്ളത് അവൻ ചെയ്തു. അവൻ എന്ന് പറയുമ്പോൾ കുറച്ച് വിദൂരത്തുള്ള ആവുമ്പോഴാണ് നമ്മൾ അവൻ ശരിക്കാറുണ്ട്. അപ്പോൾ ഫഅല എന്നുള്ളത് അവൻ ചെയ്തു, വിദൂരത്തുള്ള ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഅല ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഫഅല എന്നുള്ളത് അവർ രണ്ട് പുരുഷന്മാർ വിദൂരത്താണ്. അപ്പോൾ അവർ 2 പുരുഷന്മാർ ചെയ്തു. അവർ 3 പുരുഷന്മാർ. അതുപോലെ അത് അവർ എന്ന് പറയുമ്പോൾ നമ്മൾ വിദൂരത്തുള്ളത്. അതുപോലെ അവൾ വിദൂരത്തുള്ളതാണ്. അവർ 2 സ്ത്രീകൾ, അതും വിദൂരത്തുള്ളത് തന്നെയാണ്. ഫഅൽന അതും വിദൂരത്തുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇനി അടുത്തുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന എന്നുള്ളത് നമ്മൾ പഠിച്ചു. അവൻ അവർ 3 പേര് അങ്ങനെയുള്ളതിനാണ് ഫഅല ഫഅലു എന്നുള്ളത് ഉപയോഗിക്കാം. ഇനി ഫഅൽത ഫഅൽതുമാ ഫഅൽതും ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന എന്നുള്ളത്, ഫഅൽത എന്നുള്ളത് നീ ഒരു പുരുഷൻ ചെയ്തു. നീ ഒരു 1 ഇത് 2 നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്തു. 3 നിങ്ങൾ 3 പുരുഷന്മാർ അല്ലെങ്കിൽ 3 കൂടുതൽ പുരുഷന്മാർ ചെയ്തു. ഇതതുപോലെ തന്നെ നിങ്ങൾ, മറ്റേത് അവർ എന്നായിരുന്നു, ഇത് നിങ്ങൾ എന്നാണ്. നിങ്ങൾ എന്നുള്ളത് എടുത്തുള്ളത്, നമ്മൾ ബാഹ്യതല്ലാതെ എടുത്തുള്ളത് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നീ, നിങ്ങൾ, താങ്കൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് 3
പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരിന് മുദക്കർ എന്ന് പറയും, സ്ത്രീകൾക്ക് മുഅന്നസ് എന്ന് പറയും. ഫഅൽത ഫഅൽതി ഫഅൽത എന്നുള്ളത് പുരുഷന്, ഫഅൽതി എന്നുള്ളത് സ്ത്രീക്ക്. ഫഅൽതി ഫഅൽതുമ ഇത് രണ്ടും സെയിം ആണ്, പുരുഷനും സ്ത്രീക്കും മെയിലും ഫീമെയിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ഫഅൽതുമ എന്നാണ്. ഫഅൽതുന്ന മെയിലിൽ ഫഅൽതും, ഇത് ഫഅൽതുന്ന ഫീമെയിലിൽ ഫഅൽതുന്ന. ഇത് രണ്ടും സെയിം ആണ്. ഇതിൻ്റെ ഇവിടെ ചെറിയൊരു വ്യത്യാസം, അപ്പോൾ ഫഅൽതി എന്നുള്ളത് നീ ഒരു സ്ത്രീ ചെയ്തു, ഫഅൽതുമ നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്തു, ഫഅൽതുന്ന നിങ്ങൾ 3 കൂടുതൽ സ്ത്രീകൾ ചെയ്തു, അല്ലെങ്കിൽ 3 സ്ത്രീകൾ ചെയ്തു. അപ്പോൾ ഫഅല, അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫഅല ഫഅല ഫഅലു ആദ്യം നമ്മൾ പഠിച്ച് അവർ എന്നുള്ളത് ഫഅല ഫഅല ഫഅലു, ഫഅൽതി ഫഅലത്ത് ഫഅലത ഫഅൽതുമ ഫഅലത്ത് ഫഅലത ഫഅൽന ഫഅലത ഫഅൽതുമ ഫഅൽതും ഫഅൽതി ഫഅൽതുമ ഫഅൽതുന. നമ്മൾ ഫഅല ഫഅല ഫഅലു ഫഅൽത്ത് ഫഅലത ഫഅലത്ത് ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന ഫഅലത ഫഅൽതുമ ഫഅൽതും ഫഅൽതി ഫഅൽതുമ ഫഅൽതുന. അപ്പോൾ കുറേ പറഞ്ഞാൽ മതി, പല പല കിറ്റുകളും. പിന്നെ ഇനി മുതകല്ലിം, അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ആരണം അവര് അവൻ എന്നുള്ളത്, അതിന് പറയാം ഓയിബാണ്. ഓയിബാണ് അതിന് പറയാം. ഓയിബ് മറഞ്ഞ ആക്കാണ് അവൻ അവൾ എന്ന് പറയാം. അപ്പോൾ അതാണ് ഓയിബ്, മറഞ്ഞവൻ എന്നുള്ളത് അർത്ഥത്തിലാണ് ഓയിബ്. ഈ ഹാലർ, നമ്മൾ മദ്രസയിലൊക്കെ പോയ ഹാലറിനൊക്കെ പറയും. ഹാലറാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫഅൽത ഫഅൽതുമ ഫഅൽതും ഫഅൽതി ഫഅൽതുമ ഫഅൽതും, അത് ഹാലർ. അതെ. ഇനി ഇത് കൂടാതെ വേറൊരു സംഭവം അവിടെ ഉണ്ട്, മുതകല്ലിം. ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു, നമ്മൾ ചെയ്തു എന്നുള്ളതൊക്കെ. നമ്മൾ ചെയ്തു, ഞങ്ങൾ അല്ല നമ്മൾ ചെയ്തു, നമ്മൾ ചെയ്തു എന്നുള്ളതൊക്കെ പറയാൻ മുതകല്ലിം. മുതകല്ലിം. അപ്പോൾ ഇതിൻ്റെ വചനങ്ങൾ വരുന്നത് എന്നാൽ ഫഅൽ ഫഅൽതു ഫഅല്ലാന്ന്, അതായത് വെവ്വേറെയാണ്. ഫഅൽതു ഞാൻ ചെയ്തു, ഫഅല്ല ഞങ്ങൾ ചെയ്തു, നമ്മൾ ചെയ്തു എന്നുപോലെ. ഫഅൽതു പറഞ്ഞാൽ ഞാൻ ചെയ്തു, ഫഅല്ല നമ്മൾ ചെയ്തു. അപ്പോൾ ഫീല് ഹാദിറും അതുപോലെ തന്നെ ഫീല് ഓയിബും ഫീല് മുതകല്ലിമും വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കി വെക്കുക. മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഇതുപോലെ തന്നെ വേറെ ഫീൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫഅല 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 ഫഅലു നമ്മൾ ഇതാക്കി സൊറഫാക്കി. സൊറഫ് എന്ന് പറഞ്ഞതിന് പറയും ഈ ഒരു 14 അതിലുണ്ട്. ആദ്യത്തെ 6 പിന്നത്തെ 6 പിന്നത്തെ 2 6 12 പിന്നെ 2 14. അങ്ങനെ ഈ 14 പറഞ്ഞ് സൊറഫ് തസ്രീഫ് എന്നൊക്കെ പറയും. സൊറഫാക്കുന്ന ഈ രീതിക്ക് ഫഅല ഫഅല ഫഅലു അങ്ങനെ പറഞ്ഞു പോകുന്ന രീതിക്ക് സൊറഫ് എന്നാണ് പറയല്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഫീലും കൊണ്ടുകൊണ്ട് നമുക്ക് സൊറഫാക്കാൻ കഴിയണം. അപ്പോൾ വേറെ ഫീലാണ് ദറബ. ദറബ ലറബ എന്നുള്ളത് അടിച്ചു എന്നുള്ള ഫീലാണ്. ലറബ ലറബ ലറബു ലറബത്ത് ലറബത്ത ലറബ്ദ ലറബ്തു ലറബ്തും ലറബ്ത ലറബ്തുമാ ലറബ്തു ലറബ്തി ലറബ്തുമാ ലറബ്തുന ലറബ്തു ലറബ്ന. ഇങ്ങനെ പല ജലസ എന്നായിരുന്നു. ജലസ ജലസ ജലസു ജലസ് ജലസത്ത് ജലസത ജലസ്ന ജലസ്തു ജലസ്തുമാ ജലസ്തു ജലസ്തി ജലസ്തുമാ ജലസ്തുന. ഇങ്ങനെ ഒരുപാട് ഫീലുകൾ ഉണ്ട്. അതെല്ലാം സർഫാക്കി നോക്കുക. ഫീലുകളെല്ലാം നമ്മളൊരു പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നിങ്ങൾ സർഫാക്കി നോക്കുക.
അപ്പോൾ ഗൈസ് വൈബായ ഫീലുകളും അതുപോലെ തന്നെ ഹാലറായ അടുത്തുള്ളവനോടും വിട്ടുള്ളവൻ ചെയ്തു എന്നുള്ളത് പറയാനും പഠിക്കാനും പഠിച്ച് നമുക്ക് തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ചെക്ക് ചെയ്യാൻ നമ്മുടെ ചാനലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇനി കുറച്ച് ഫീലുകൾ നോട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ആ ഫീലുകൾ നമ്മൾ ഇതുപോലെ ഫഅലു എന്നുള്ള ആ ഒരു ഓർഡറിൽ സർഫാക്കി നിങ്ങൾ നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിൽ ഇറങ്ങി പഠിക്കാനുള്ള അവസരം പഠിച്ചു തരട്ടെ. ആമീൻ.